ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയത്ത് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. യു എസിലെ ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്ന് വരാനിരിക്കെ ഇന്ത്യൻ മാർക്കറ്റ് നിഫ്റ്റി എസ്പെഷ്യലി 122 പോയിന്റ്, ബാങ്ക് നിഫ്റ്റി 250 പോയിന്റ് അടുത്ത്, ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ഇന്ന് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ടാറ്റ മോട്ടോഴ്സ് ഏകദേശം ഒരു 4% ഫോൾ ആയിട്ടുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് കടക്കാം. കൂടാതെ ഇപ്പോൾ ക്ലോസ് നടത്തിയ ഏഷ്യൻ മാർക്കറ്റും ഫോളായി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യു എസ് ഫ്യൂച്ചറും നെഗറ്റീവാണ്. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റ് ഇന്നലെ അവർ ഇടിഞ്ഞതാണല്ലോ, എന്നാൽ പിന്നെ ഇന്ന് ഇടിയുണ്ട എന്നുള്ളൊരു ചിന്തയിൽ ഇന്ന് അവർ ഇതുവരെ ഇടിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെയും ഇൻഫ്ലേഷൻ ഡേറ്റ നാളെ വരുന്നുണ്ട്. അപ്പോൾ യു എസിലെ ഇൻഫ്ലേഷൻ ഡേറ്റ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഡേറ്റയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇന്ത്യൻ മാർക്കറ്റും ഏഷ്യൻ മാർക്കറ്റും എല്ലാം തന്നെ റിയാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ കാണാം, ഓപ്പൺ ചെയ്തു 25,120 ഹൈ ക്രിയേറ്റ് ചെയ്തു. ആ ഹൈയിൽ നിന്ന് 222 പോയിന്റ് ഫോളായി 24,880 ലോ ക്രിയേറ്റ് ചെയ്തു. അവസാനം 24,950 നിഫ്റ്റി ക്ലോസ് നടത്തിയിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഏഷ്യൻ പെയിൻറ്റ്, ബജാജ് ഓട്ടോ, ബജാജ് ഫിനാൻസ്, ബ്രിട്ടാനിയ, ശ്രീറാം ഫിനാൻസ് തുടങ്ങിയ കമ്പനീസ് 0.5% മുതൽ 4% വരെയുള്ള നേട്ടം കൈവരിച്ചപ്പോൾ ടാറ്റ മോട്ടേഴ്സ്, ONGC, വിപ്രോ, SBI, ഹിൻഡൽകോ തുടങ്ങിയ കമ്പനീസ് 2 മുതൽ 6% വരെയുള്ള ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ കാണാം, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. എന്നാൽ ഡോ ഫ്യൂച്ചർ 151 പോയിന്റിൻ്റെ ഒരു ഇടിവ്. ഇന്ത്യ വിക്സ് ഇന്ന് 2% സ്പൈക്ക് ഉണ്ടാക്കി 13.61. അതിന് മുകളിൽ ഉള്ള നിക്കി ജപ്പാൻ മാർക്കറ്റാണ്. കോസ്പി കൊറിയ, ഷാങ്ഹായ് ചൈന, S&P AX 200 ഓസ്ട്രേലിയയാണ്. അത് 3ഉം റെഡിൽ ക്ലോസ് ചെയ്തു. ഗോൾഡ് എന്നാൽ ഉയർന്ന് $2,521 പെർ ഔൺസ്. ഏറ്റവും ടോപ്പിൽ നിന്ന് രണ്ടാമത് ബ്രന്റ് ഓയിൽ 70, ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 56,483 എന്ന നിലയിലാണ് ഉള്ളത്. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത് 24,918. PCR 0.61 ആണ്. 25,000 മുതൽ ഓരോ 100 പോയിന്റ് ഇൻ്റർവെല്ലിലും ആളുകൾ ഹ്യൂജായിട്ട് കോൾ അഡീഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ആളുകൾ ഓപ്ഷൻ റൈറ്റേഴ്സ് പൊതുവേ ആസ് ഓഫ് നൗ ബേറിഷായിട്ട് കാണുന്നുണ്ട്. പുട്ട് സൈഡിലൊന്നും തന്നെ ആളുകളൊന്നും തന്നെ ചെക്ക് കയറിയിട്ടില്ല. ഇത്തരം വലിയൊരു ഡേറ്റ വരാനിരിക്കുക ആളുകൾ പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് അത്ര വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റി ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഇത്തരം ദിവസം അറ്റ്ലീസ്റ്റ് ഒന്ന് മാറി നിൽക്കുകയാണ് പതിവ്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതും. കാരണം കഴിഞ്ഞ ലാസ്റ്റ് സമയത്ത് യു എസിലെ ഇൻഫ്ലേഷൻ ഡേറ്റയ്ക്ക് ശേഷം മാർക്കറ്റ് എല്ലാ തവണയും ഓൾമോസ്റ്റ് എല്ലാ തവണയും യു എസിലെ പണപ്പെരുപ്പ നിരക്കാണ് വരുന്നത്. യു എസിലെ പണപ്പെരുപ്പ നിരക്ക് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കണോമിക് ഡേറ്റയിലെ ഒരു ഡേറ്റയാണ് യു എസിലെ ഇൻഫ്ലേഷൻ ഡേറ്റ. അപ്പോൾ അത് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ആളുകളെല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കും. ഇനിയിപ്പോൾ മാറി നിൽക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല, കുറച്ച് കോഷ്യസ് ആവുക എന്നുള്ള രീതിയിൽ ആളുകൾ ഇതിനെ കാണും. കൂടാതെ തന്നെ യു എസിലെ ഇലക്ഷനാണ് വരുന്നത്. അതിൻ്റെ ഡിബേറ്റ് ഡൊണാൾഡ് ട്രംപും എതിർ പാർട്ടിയും തമ്മിലുള്ള സ്ഥാനാർത്ഥിയും തമ്മിലുള്ള ഡിബേറ്റ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ അതും ഈ മാർക്കറ്റ് യു എസ് മാർക്കറ്റിനെ കുറച്ചധികം വോളറ്റിലിറ്റി ഉണ്ടാക്കും. കൂടാതെ തന്നെ ഇന്ന് വരുന്ന ഡേറ്റ, ഇന്ത്യൻ മാർക്കറ്റിൻ്റെയും ഇൻഫ്ലേഷൻ ഡേറ്റ നാളെ വരുന്നുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം, അതായത് വെള്ളിയാഴ്ച, ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റയും വരുന്നുണ്ട്. ഇന്ത്യയിലെ എക്കണോമിക് ഡേറ്റ എല്ലാം തന്നെ RBI നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു മാനദണ്ഡം അനുസരിച്ചാണ് ഇന്ത്യയുടെ ഒരു ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നത്. പക്ഷേ യു എസിൽ അതല്ല സ്ഥിതി. യു എസിൽ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞ് ഇരിക്കുകയാണ്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ യു എസിലെ സെൻട്രൽ ബാങ്ക് തലവനായിട്ടുള്ള ജെറോം പൗൽ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ പിന്നെ ഈ തവണ സെപ്റ്റംബറിൽ എല്ലാ ആളുകളും കാത്തിരിക്കുകയല്ലേ, എന്നാൽ പിന്നെ ഈ തവണ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കട്ട് ചെയ്തേക്കാമെന്ന്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കട്ട് എത്രമാത്രം ഉണ്ടാകും? അത് 50 ബേസ് പോയിൻ്റ് ആണോ, 25 ബേസ് പോയിൻ്റ് ആണോ? അത് ആകാംക്ഷയോടെ അത് കാത്തിരിക്കുന്ന ആളുകൾക്ക് മേൽ ഇപ്പോൾ കഴിഞ്ഞ തവണ യു എസിൽ നിന്ന് വരുന്ന ഒരുപാട് ഡേറ്റാസ് നെഗറ്റീവായിരുന്നു. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ആദ്യം ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നുള്ള ടാറ്റ മോട്ടോഴ്സ് എന്നുള്ളൊരു ന്യൂസാണ്. ടാറ്റ മോട്ടോഴ്സിനെ UBS എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് ഏജൻസി ഡൗൺഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ടാറ്റ മോട്ടോഴ്സ് വലിയ തോതിലുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തി. കൂടാതെ തന്നെ ഉത്സവകാലം അനുബന്ധിച്ച് ടാറ്റ മോട്ടോഴ്സ് ഇവരുടെ വാഹനങ്ങളുടെ വില കുറച്ചിരുന്നു. പല ആളുകളും ചോദിക്കാറുണ്ട്, ഈ ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റിൻ്റെ വില കുറയ്ക്കുന്നത് അവരുടെ പ്രോഫിറ്റ് കുറയും, അതുകൊണ്ട് അത് നിക്ഷേപകരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഒരു നെഗറ്റീവാണ്. എന്നാൽ വില വർദ്ധിപ്പിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിക്ഷേപകരെ സംബന്ധിച്ച് വില വർദ്ധിപ്പിക്കുന്നതാണ് ഗുണം. കസ്റ്റമറെ സംബന്ധിച്ച് വില കുറയ്ക്കുന്നത് അവർക്ക് വില കുറച്ച് കാറുകൾ വാങ്ങാം. പക്ഷേ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ച് കമ്പനി അവരുടെ പ്രൊഡക്റ്റിൻ്റെ വില കുറയ്ക്കുന്നതാണ് നെഗറ്റീവായിട്ടുള്ള കാര്യം. ഇപ്പോൾ എനിവേ അതിലുപരി ഇപ്പോൾ UBS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഡൗൺഗ്രേഡ് ചെയ്തുകൊണ്ടാണ്
വലിയ തോതിലൊരു ഇടിവ് ഇന്ന് ടാറ്റ മോട്ടോഴ്സിൽ കണ്ടത്. IPO വരുമ്പോൾ ബജാജ് ഹൗസിംഗ് IPO ഓൾറെഡി 42 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട് എന്നുള്ള ന്യൂസാണുള്ളത്. ഗ്രേ മാർക്കറ്റ് പ്രീമിയം തന്നെ ഓൾറെഡി തന്നെ സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്ന ആളുകൾക്ക് ഒരു ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. അദാനി പോർട്ടായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്, അദാനി പോർട്ട് ഇവർ കണ്ടാല, ഗുജറാത്തിലുള്ള കണ്ടാല പോർട്ട് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവരൊരു പുതിയ ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ് കമ്പനി ഇവർക്ക് ഒരു 1155 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. ഓറിയൻ പ്രോ കമ്പനി 200 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇൻഡസ് ടവർ, JP മോർഗൻ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഇൻഡസ് ടവറിനെ അപ്ഗ്രേഡ് ചെയ്തു. ജെൻസോൾ എഞ്ചിനീയറിംഗ് കമ്പനി ഇവർക്കൊരു പുതിയ പൂനെയിൽ അവർക്കൊരു ഒരു ഗ്രീൻ ഹൈഡ്രജൻ വാലിയുടെ ഒരു ഓർഡർ ലഭിച്ചു. ഡിക്സൺ ടെക് കമ്പനി ആദിത്യ ബിർള ഇൻഫോടെക്കിനെ അക്യൂർ ചെയ്യാനായിട്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്രൂവൽ നൽകിയിട്ടുണ്ട്. ലുപ്പിൻ ഇവർ സൺറൈസ് സോൾ പാർക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. നസാറ ടെക് കമ്പനി ഒരു ഗെയിമിംഗ് സെഗ്മെൻറ്റുള്ളൊരു കമ്പനിയാണ്. അവർ ഗെറ്റ് സ്റ്റാൻഡ് ടെക്നോളജിയുടെ 15% സ്റ്റേക്ക് അക്യൂർ ചെയ്തിട്ടുണ്ട്. സിയറ്റ് കമ്പനി, ഇവരുടെ കമ്പനി പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ടയറിൻ്റെ വില വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 2.5% ടയറിൻ്റെ വില വർദ്ധിപ്പിക്കുമെന്നാണ് സിയറ്റിൻ്റെ കമ്പനി CEO പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടയറിൻ്റെ വില വർദ്ധിപ്പിക്കുക അത് കമ്പനിക്ക് ഗുണകരമാണ്. അതുകൊണ്ട് ഇന്ന് നിഫ്റ്റി ഇടിഞ്ഞെങ്കിൽ കൂടിയും സിയറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ചാർട്ട് നോക്കാം. BHEL കമ്പനിക്ക് 1155 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. എക്സൽ ഇൻഡസ്ട്രീസ് കമ്പനി സെപ്റ്റംബർ 12 ഇവരുടെ റെക്കോർഡ് ഡേറ്റ്, ഫൈനൽ ഡിവിഡൻറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് കമ്പനി ഫിക്സ് ചെയ്തിരിക്കുന്നത്. JSW ഇൻഫ്ര കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ ഇവർ 5000 CR ഇവർ റൈസ് ചെയ്യുന്നത്. ഇത് വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നുള്ളതാണ് ന്യൂസ്. അതുപോലെ തന്നെ ഈ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ്, IPO തുടങ്ങിയ പ്രോസസ്സിലൂടെ കമ്പനി ഫണ്ട് റൈസ് ചെയ്തതിന് ശേഷം ഇത് ഇവരുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് നിക്ഷേപകർ കാണാറുണ്ട്. അതല്ല, വേറെ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഫണ്ട് റൈസ് ചെയ്യുന്നത്, അതായത് നിലവിലുള്ള പ്രൊമോട്ടേഴ്സ് എന്നെ ഒഴിയാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അതത്ര മാർക്കറ്റിൽ ഈ സ്റ്റോക്കിന് ഒരു പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതകളില്ല. അപ്പോൾ ഒരു കാര്യം സംഭവിച്ചാൽ ഇന്നത് സംഭവിക്കുമെന്നുള്ള ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള നിയമമൊന്നുമില്ല. എങ്കിലും കമ്പനിക്ക് പുതിയ ഓർഡർ കിട്ടുക എന്ന് പറയുന്നത് അത് പോസിറ്റീവാണല്ലോ, നെഗറ്റീവ് അല്ലല്ലോ. അതുപോലെ തന്നെ കമ്പനിക്ക് ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് കിട്ടി എന്ന് പറയുന്നത് അത് നെഗറ്റീവ് അല്ലേ, പോസിറ്റീവ് അല്ലല്ലോ. ആ ഒരു കോമൺ സെൻസിനാണ് നമ്മൾ ആ ഒരു സ്റ്റോക്കിനെ കാണേണ്ടത്. അപ്പോൾ നമ്മൾ ന്യൂസുകളിൽ കാണുന്ന വാർത്തകളിൽ കാണുന്ന ഓരോരോ കാര്യങ്ങൾ, കമ്പനിയെ സംബന്ധിച്ചുള്ള ഓരോ കാര്യങ്ങൾ അത് നമ്മളുടെ ഒരു യുക്തി അനുസരിച്ച് അതിൽ ചാർട്ടിൽ നമ്മളെങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ന്യൂസുകൾ നമുക്ക് ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു ഘടകമായിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. പക്ഷേ മേജറായിട്ട് ആ ഒരു സ്റ്റോക്കിൽ എങ്ങനെയാണ് അതിലൊരു പ്രൈസ് ആക്ഷൻ നടക്കുന്നത്, ഇപ്പോഴെന്താണ് അതിൻ്റെ വില, അതിൻ്റെ ഏത് സോണിലാണോ ഉള്ളത്, അത് സപ്പോർട്ട് സോണിലാണോ അത് റെസിസ്റ്റൻസ് സോണിലാണോ, അല്ലെങ്കിൽ ഇതൊക്കെ ഓൾറെഡി തന്നെ റിയാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഇതിൻ്റെ വോളിയം എങ്ങനെയാണ്, അതൊക്കെ അനുസരിച്ചാണ് സ്റ്റോക്കുകളിൽ ഇതിൻ്റെ റിയാക്ഷൻ കാണുന്നത്. അപ്പോൾ എനിവേ അത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിലനിൽക്കാനും ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും ഇതിൽ റിട്ടേൺ എടുക്കാനും സിസ്റ്റമാറ്റിക്കലി ഒരു റിട്ടേൺ എടുക്കാൻ എന്നുള്ളത് ഇതിന് പുറകിൽ നമ്മളൊരു എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ട്. ആ ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാ ആളുകളും ന്യൂസ് കാണുന്നതും ഞാൻ ന്യൂസ് തയ്യാറാക്കുന്നതും നിങ്ങൾ കാണുന്നതും. പക്ഷേ അതിന് ശേഷവും ആ ഒരു സ്റ്റോക്കുകളിൽ നമ്മളുടെ ഇൻഡിവിജ്വൽ പഠനം ഉണ്ടാവേണ്ടത് ആത്യന്തികാപേക്ഷികമാണെന്നുള്ളത് കാര്യം ഓർമ്മിപ്പിക്കട്ടെ. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.